കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെട്രിക്സ് റെപ്രസെൻറ്റേഷനെ കുറിച്ചല്ലേ പറഞ്ഞത്. ഇന്ന് നമ്മൾ കളറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഗ്രാഫ് കളറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, വേർട്ടീസസ് ആവട്ടെ, എഡ്ജസ് ആവട്ടെ, ഫേസസിനൊക്കെ നമ്മൾ കളറിങ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ മാപ്പൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, പല കളേഴ്സ്, അതേപോലെ അതിലെ ബോർഡറിന് സെപ്പറേറ്റ് കളർ, ഓരോ എഡ്ജസ് ആയിട്ട് നമുക്ക് കൂട്ടാം, അങ്ങനെ പല കളേഴ്സ് അല്ലേ. അതേപോലത്തെ കളറിംഗ് ആണ് ഗ്രാഫ് കളറിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കളേഴ്സിനെ ലേബിൾ ചെയ്യുക. ചിലപ്പോൾ വെർട്ടിസസിനാവാം, എഡ്ജസ് ആവാം, ഫേസസ് ആവാം. ചിലയിടത്ത് എന്താണ്, സർട്ടൈൻ കൺസ്ട്രെയിൻസും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിക്കേ, ഞാനിപ്പോൾ ഒരു ഗ്രാഫ് എടുത്തു, V1, V2, V3, V4. ഇനി ഞാൻ ഇതിന് കളറിങ് ചെയ്യാണ്. ഇപ്പം ഫസ്റ്റ് വെർട്ടക്സിന് ഞാൻ റെഡ് കളർ കൊടുത്തു, സെക്കൻഡിന് ഞാൻ ബ്ലൂ കൊടുക്കുകയാണ്, തേർഡിന് ഞാൻ ഗ്രീൻ കൊടുത്തു, ഫോർത്ത് വെർട്ടക്സിന് ഏതാണ്ട് ഒരു പിങ്ക് കളർ കൊടുക്കാമെന്ന് വെച്ചോ. ഇപ്പോൾ ഇവിടെ ഞാൻ എത്ര കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, മൊത്തം ടോട്ടൽ 4 കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു കൺസ്ട്രെയിൻ പറയുവാണ്, അതായത് അടുത്തടുത്ത് വരുന്ന 2 വെർട്ടക്സിന് സെയിം കളർ വരാൻ പാടില്ല. ഞാനൊരു കണ്ടീഷൻ വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെയൊക്കെ വരയ്ക്കാം. ഇപ്പം റെഡ് ഞാനിവിടെ കൊടുത്തു, ഇനി എനിക്ക് വേണമെങ്കിൽ ബ്ലൂ കൊടുക്കാം. ഇവിടെ ഞാൻ എന്ത് കൊടുത്തു, ഇവിടെ ഞാൻ വേറെ ഗ്രീൻ കൊടുത്തു, പിന്നെ ഈ ബ്ലൂ വേണമെങ്കിൽ എനിക്ക് ഒന്നും കൂടി ഇവിടെ കൊടുക്കാം. അടുത്തടുത്ത് സെയിം വരുന്നില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ മൊത്തം 3 കളേഴ്സ് യൂസ് ചെയ്തിട്ടല്ലേ ഈ ഒരു ഗ്രാഫിന് കളറിങ് ചെയ്തത്. ഇനി എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ ഇവിടെ ഞാൻ റെഡ് കൊടുത്തു, ഇവിടെ ബ്ലൂ കൊടുത്തു, ഇവിടെ പിന്നെ റെഡ് കൊടുത്തു, പിന്നെ ഇവിടെ ബ്ലൂ കൊടുത്തു. നമ്മുടെ കണ്ടീഷൻ, ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു കൺസ്ട്രെയിൻ എന്താണ്, അടുത്തടുത്ത് വരുന്ന 2 പേർക്ക് സെയിം കളർ വരാൻ പാടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. അടുത്തൊരു ടേം നോക്കിക്കേ, പ്രോപ്പർ കളറിങ്. പ്രോപ്പർ കളറിങ് എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു ഗ്രാഫ് ഞാൻ എടുക്കാം, ചെറിയൊരു ഗ്രാഫ് എടുത്തു. ഈ ഒരു ഗ്രാഫിൽ പറയാണ്, എന്താണ് പറയുന്നത്, അഡ്ജസൻറ്റ് വെർട്ടക്സിന് സെയിം കളർ വരാൻ പാടില്ല. അതായത് അടുത്തടുത്തുള്ള 2 വെർട്ടക്സിന് സെയിം കളർ വരാൻ പാടില്ല. ഇപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് വെർട്ടക്സിന് ഞാൻ പിങ്ക് കൊടുത്തു, അടുത്തതിന് ഞാൻ ബ്ലൂ കൊടുക്കുക. ഇനി എനിക്കിവിടെ ഇവിടെ എനിക്ക് ബ്ലൂ കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്, ബ്ലൂ കൊടുത്താൽ അഡ്ജസൻറ്റിന് സെയിം വരും. അതിന് ഞാൻ എന്ത് ചെയ്തു, അതിന് പറഞ്ഞ് ഇവിടെ പിങ്ക് കൊടുത്തു. അഡ്ജസൻറ്റ് വെർട്ടക്സിന് സെയിം കളർ അല്ലല്ലോ. ഇനി ഇവിടെ ഞാൻ എന്ത് കൊടുക്കുകയാണ്, ബ്ലൂ കൊടുക്കുകയാണ്. ഇങ്ങനെ അഡ്ജസൻറ്റ് വെർട്ടക്സിന് സെയിം കളേഴ്സ് വരാണ്ട് നമ്മൾ ലേബിൾ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, പ്രോപ്പർ കളറിങ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ എത്ര കളർ വെച്ചിട്ടാണ് ഇവിടെ കളറിങ് ചെയ്തത്, 2 കളേഴ്സ് അല്ലേ. അടുത്ത നമ്മൾ പഠിക്കുന്ന ഒരു ഡെഫിനിഷനാണ് ക്രോമാറ്റിക് നമ്പർ. അതിന് മുന്നേ ഇവിടുത്തെ ഞാൻ ക്രോമാറ്റിക് നമ്പർ എന്ന് പറയുമ്പോൾ താണ്ടെ ഇവിടെ ഞാൻ 4 കളേഴ്സ് വെച്ചാണ് ഇത് ലേബിൾ ചെയ്തത്. അപ്പോൾ ഇത് 4 ക്രോമാറ്റിക് ആയിരിക്കും, ഇത് 3 ക്രോമാറ്റിക് ആയിരിക്കും. കാരണം ഞാൻ 3 കളേഴ്സ് ഉപയോഗിച്ചല്ലേ ലേബിൾ ചെയ്തത്. ഇതെന്തായിരിക്കും, 2 ക്രോമാറ്റിക് ആയിരിക്കും. ക്രോമാറ്റിക് നമ്പർ പറയുന്നത് എന്താണ്, മിനിമം നമ്പർ ഓഫ് കളേഴ്സ്. ഒരു ഗ്രാഫ് കളർ ചെയ്യാൻ എടുക്കുന്ന മിനിമം നമ്പേഴ്സ്. അപ്പം ഈ ഒരു ഗ്രാഫിൽ കണ്ടോ, ഇത് 2 ക്രോമാറ്റിക് ഗ്രാഫാണ്. കാരണം ഇവിടെ എനിക്ക് മിനിമം 2 കളർ വെച്ചിട്ട് ഈ ഒരു ഗ്രാഫിനെ എന്ത് ചെയ്യാൻ പറ്റി, കളറിങ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് 2 ക്രോമാറ്റിക് ആയിരിക്കും. ഈ ഒരു ഗ്രാഫ് 2 ക്രോമാറ്റിക് ആയിരിക്കും. കാരണം എന്താ, കണ്ടീഷൻ. ഇതിപ്പോൾ ഞാൻ കണ്ടീഷൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടീഷൻ പറയാണ്ടാണെങ്കിൽ ഏത് വേണമെങ്കിലും വരാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞു, എന്താണ്, അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടക്സിന് എന്ത് വരാൻ പാടില്ല എന്നാ, സെയിം വരാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ ഞാൻ വെച്ചു. അങ്ങനെ വെക്കുവാണെങ്കിൽ, അങ്ങനെ ഒരു കണ്ടീഷൻ്റെ അണ്ടറിലാണ് ഞാൻ പറയുന്നത്. അപ്പം ഇവിടുത്തെ ഏറ്റവും മിനിമം ഏതാണ്, 2 കളേഴ്സ് വെച്ചിട്ട് എനിക്ക് ഈ ഗ്രാഫിനെ ലേബിൾ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ ഗ്രാഫ് എന്താണ്, 2 ക്രോമാറ്റിക് ആണ്. മിനിമം നമ്പർ ഓഫ് കളേഴ്സ് നീഡഡ് ടു കളർ എ ഗ്രാഫ് G, അതിനെയാണ് നമ്മൾ ക്രോമാറ്റിക് നമ്പർ എന്ന് പറഞ്ഞത്. നേരത്തെ കാണിച്ചില്ല, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് കണ്ടോ, കൈ ഓഫ് G എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. പിന്നെ ഒരു ഐസൊലേറ്റഡ് വെർട്ടക്സ് ആണെങ്കിൽ അത് 1 ക്രോമാറ്റിക് ആയിരിക്കും. ഒന്നിൽ കൂടുതൽ എഡ്ജസ് അതിനുണ്ടെങ്കിലോ, ഒന്നിൽ കൂടുതൽ എഡ്ജസ് അതിന് വരുവാണെങ്കിൽ ആ ഗ്രാഫ് എന്താണ്, 2 ക്രോമാറ്റിക് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് 5 കളർ തിയറത്തിനെ കുറിച്ചാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. ഒരുപാട് പ്രാവശ്യം എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് 5 കളർ തിയറം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എവരി പ്ലാനാർ ഗ്രാഫ് 5 വെർട്ടക്സ് കളറബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. പ്രൂഫ് കണ്ട് പേടിക്കേണ്ട. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ സെൻറ്റൻസിൽ തന്നെ പ്രൂഫ് നമുക്ക് എഴുതാം. ഇപ്പം കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ട് സ്വന്തം സെൻറ്റൻസിൽ എഴുതിയാൽ മതി, അതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തിയറം പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആരെയാണ്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ തിയറം പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ 5 വെർട്ടക്സ് കളറബിൾ അല്ലേ, 5 വെർട്ടക്സ് കളറബിൾ, അതിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ ഒരു വെർട്ടക്സിന് ഈ തിയറം ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം, 2 വെർട്ടക്സിന് ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം, 3 വെർട്ടക്സിന് ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം, 4 എണ്ണത്തിന് ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം, 5 എണ്ണത്തിന് ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം.
എന്നിട്ട് ഞാൻ അസ്യൂം ചെയ്യും n-1 എന്ന് അസ്യൂം ചെയ്തിട്ട് പിന്നെ ഞാൻ എന്ത് പ്രൂവ് ചെയ്യണം? n വെർട്ടെക്സിന് അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്ലാനർ ഗ്രാഫ് എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? പ്ലാനർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ഗ്രാഫ് ഒരു ഇൻ്റർസെക്ഷൻ ഇല്ലാതെ എനിക്ക് വരയ്ക്കാൻ പറ്റണം, അതിനല്ലേ പ്ലാനർ ഗ്രാഫ്. ഇപ്പം ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻ്റർസെക്റ്റ് ആയിപ്പോൾ അതിന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇതെടുത്തിട്ട് ഇങ്ങനെ കൊടുത്തു അല്ലേ. ഇങ്ങനെ വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ പ്ലാനർ ഗ്രാഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു കളർ യൂസ് ചെയ്യുക പറഞ്ഞാൽ ഇതാണല്ലേ. 2 കളർ യൂസ് ചെയ്തെന്ന് പറഞ്ഞാലോ, ഇവിടെ എനിക്കിങ്ങനെ 2 കളർ യൂസ് ചെയ്യാം. 3 കളർ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ 3 കളറല്ലേ. 4ൻ്റേതോ 4ൻ്റേത് ഇങ്ങനെ വരും. 5ൻ്റെ എങ്ങനെയാ ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ എനിക്കിത് ഡിഫറെൻറ്റ് കളേഴ്സ്, ഇപ്പോൾ ഞാനിവിടെ ബ്ലൂ യൂസ് ചെയ്തു, ഇവിടെ ഗ്രീന്, ഇവിടെ ഇപ്പോൾ പിങ്ക്, ഇവിടെ ഇപ്പോൾ ഓറഞ്ച്, ഇപ്പോൾ ഇവിടെ യെല്ലോ, അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ 5 വെർട്ടെക്സ് വരെ നമുക്ക് പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഇനി ഞാൻ അസ്യൂം ചെയ്യുന്നത് എന്താണ്? n- വെർട്ടെക്സിന് ഇത് പറ്റുമെന്ന് ഞാൻ അസ്യൂം ചെയ്യുക. അപ്പോൾ n-1 ഇത് കറക്റ്റാണെന്ന് ഞാൻ അസ്യൂം ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓഫ് ഓൾ ഗ്രാഫ് വിത്ത് 1 2 3 4 5 വെർട്ടെക്സസിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 5 കളേഴ്സ് യൂസ് ചെയ്തിട്ട് പ്രോപ്പർലി എനിക്ക് കളർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ അസ്യൂം ചെയ്യുകയാണ് എന്താണ്? Vertices of every planar graph with n-1 can be properly colored with 5 colors എന്ന് ഞാൻ എന്ത് ചെയ്തു? അസ്യൂം ചെയ്തു. n-1 വെർട്ടസസിനെ എനിക്ക് പ്രോപ്പർലി കളർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അസ്യൂം ചെയ്യുക. ഇനി എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എനി പ്ലാനർ ഗ്രാഫ് വിത്ത് n വെർട്ടെക്സ് വിൽ റിക്വയർ നോട്ട് മോർ ദാൻ 5 കളേഴ്സ് എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ഞാൻ ഒരു പ്ലാനർ ഗ്രാഫിനെ കൺസിഡർ ചെയ്യുകയാണ്. n വെർട്ടിസസ് ഉള്ള ഒരു പ്ലാനർ ഗ്രാഫിനെ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ എനിക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട എന്താണ്? n- വെർട്ടിസസ് ഉള്ളതിന് കണ്ടോ എനിക്ക് പ്രോപ്പർലി കളർ ചെയ്യാൻ പറ്റുമെങ്കിൽ n വെർട്ടിസസ് ഉള്ളതിനും എനിക്ക് പ്രോപ്പർലി കളർ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു n വെർട്ടിസസ് ഉള്ളൊരു പ്ലാനർ ഗ്രാഫ് കൺസിഡർ ചെയ്യണം. ഇനി ഈ ഒരു പോയിന്റ് നോക്കിയേ. സിൻസ് G ഈസ് എ പ്ലാനർ ഗ്രാഫ് ഇറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 വെർട്ടെക്സ് വിത്ത് ഡിഗ്രി 5 ഓർ ലെസ്. ഒരു പ്ലാനർ ഗ്രാഫിൻ്റെ ഒരു വെർട്ടെക്സിന് 5 അല്ലെങ്കിൽ അതിൽ കുറവോ ഡിഗ്രി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ d(v) എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതെ n വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണ്. എന്നിട്ട് അതിനെല്ലാം ഞാൻ കളർ കൊടുക്കുന്നുണ്ടോ. ഫസ്റ്റ് എ എന്ന് പറയുന്ന വെർട്ടെക്സ് ഞാനൊരു ഓറഞ്ച് കളർ കൊടുത്തു, ബിക്കിന് ഒരു ഗ്രീനും, സിക്ക് കളർ കൊടുത്തു, ഡിക്ക് കളർ കൊടുത്തു, ഇക്ക് കളർ കൊടുത്തു. ഓരോ വെർട്ടെക്സിന് ഞാൻ ഡിഫറെൻറ്റ് കളർ കൊടുത്തു. അപ്പോൾ ജി എന്ന് പറയുന്ന ഈ ഗ്രാഫിൽ ഏതോ ഒരു വെർട്ടെക്സിന് 5 അല്ലെങ്കിൽ 5-ൽ കുറവോ ഡിഗ്രി കാണുമെന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഇനി ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രാഫിൽ ഈ വി എന്ന് പറയുന്ന വെർട്ടെക്സ് ഞാനങ്ങ് റിമൂവ് ചെയ്യാം. ഈ വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ അതായത് ജിന്ന് ഞാൻ ഈ വി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കിക്കേ ഈ കളറുകൾ മാത്രമേ ഇവിടെ കാണത്തുള്ളൂ അല്ലേ. ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഈ വി എന്ന് പറയുന്ന വെർട്ടെക്സിന് ഈ 5 കളർ വെച്ച് തന്നെ എനിക്ക് ഈ വി എന്ന് പറയുന്ന വെർട്ടെക്സിനെയും കളർ ചെയ്യാൻ പറ്റും. എനിക്ക് അതാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡിഗ്രി 4 വല്ലതും ആയിരുന്നെങ്കിൽ ഇപ്പോൾ നോക്കിക്കേ, നടുക്ക് എനിക്കൊരു കളർ കൊടുത്തിട്ട് ബാക്കി ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് എനിക്കിങ്ങനെ 5 കളർ കൊടുക്കാമായിരുന്നു. പക്ഷെ നമുക്കിവിടെ എന്താണ് 5 കളറല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ d(v) എന്ന് പറയുന്നത് 4 ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മളിവിടെ എടുത്ത എന്താണ് ഡിഗ്രി 5 ഉള്ളൊരു വെർട്ടെക്സ് ആയിരുന്നു അല്ലേ. ഇനി ഞാൻ അസ്യൂം ചെയ്യുന്നത് ഈ എ എന്നും സി എന്നും പറയുന്ന വെർട്ടെക്സിൻ്റെ ഇടയ്ക്ക് ഒരു പാത്ത് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ എയിൽ നിന്ന് സിയിലേക്ക് ഒരു പാത്ത് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് കളേഴ്സ് ഇങ്ങനെ വരണം. ഇപ്പോൾ ഓറഞ്ച്, അത് കഴിഞ്ഞ് പിങ്ക്, പിന്നെ ഓറഞ്ച്, ഇങ്ങനെ കളേഴ്സ് ആൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന ഒരു പാത്ത് ഉണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ കളർ 1ഉം കളർ 3യും യൂസ് ചെയ്തിട്ടല്ലേ ആ പാത്ത് കംപ്ലീറ്റ് ചെയ്തേ. ഇനി ഞാൻ ചോദിക്കാം, ഈ ഡി എന്ന് പറയുന്ന കളറിൽ നിന്ന്, അതായത് കളർ 4 ഡി തന്നെ ആവണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ളൊരു എടുക്കാം. ഇപ്പോൾ ഞാൻ ഡിയും ബി എടുക്കുക. ഡിന്ന് എനിക്കിത് ഈ ബിയിലേക്ക് ഒരു പാത്ത് ജോയിൻ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഇൻ്റർസെക്ഷൻ വരുന്നുണ്ടല്ലേ, കണ്ടോ ഈ 2 ലൈൻസ് തമ്മിൽ ഇൻ്റർസെക്ഷൻ വരുന്നുണ്ട്. ഇതൊരു പ്ലാനർ ഗ്രാഫ് ആയതുകൊണ്ട് എന്ത് പാടില്ല? ഇൻ്റർസെക്ഷൻസ് പാടില്ല. അതുകൊണ്ട് എനിക്ക് ഡി എന്ന് ബിയിലേക്ക് എന്താണ് ഒരു പാത്ത് വരയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ക്രോസ് ചെയ്ത് വരയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറ്റാത്തിടത്തോളം ഇവരെന്തല്ല, ഇവർ അഡ്ജസൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇവർ അഡ്ജസൻ്റ് അല്ല. ഇവർ അഡ്ജസൻ്റ് അല്ലാത്തതോട് നമുക്ക് വേണമെങ്കിൽ ഈ കളർ എടുത്ത് ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഈ കളർ എടുത്ത് ഇവിടെ കൊടുക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അഡ്ജസൻ്റ് ആകുമ്പോൾ എന്തായിരിക്കണം? എല്ലാവർക്കും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇവർ അഡ്ജസൻ്റ് അല്ലല്ലോ, അപ്പോൾ നമുക്ക് ഈ കളർ തന്നെ വേണമെങ്കിൽ ഇവിടെയൊക്കെ കൊടുക്കാം. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു പാത്തുണ്ട്, ഇവർ അഡ്ജസൻ്റാണ്. ഈ കളറിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് അഡ്ജസൻ്റ് അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ ഈ കളർ എടുത്ത് ഇവിടെ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാമല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോക്കിക്കോണേ,
ഇവിടെ എന്തുണ്ടായിരുന്നു, എ ഉണ്ടായിരുന്നു, ഇവിടെ ബി ഉണ്ടായിരുന്നു, ഇവിടെ എന്തുണ്ടായിരുന്നു, സി ഉണ്ടായിരുന്നു, ഇവിടെ ഡി, ഇവിടെ ഇ. ഇവിടെ ഏത് കളറായിരുന്നു? ഇവിടെ ഓറഞ്ച് ആയിരുന്നു, ഇവിടെ ഗ്രീന്, ഇവിടെ പിങ്ക് ഉണ്ടായിരുന്നു, ഇവിടെ യെല്ലോ, ഇവിടെ എന്തായിരുന്നു, ബ്ലൂ കളറായിരുന്നു അല്ലേ. അപ്പം ഇവർ രണ്ടുപേരും തമ്മിൽ എന്താണ്, അഡ്ജസൻ്റ് ആണ്. ഈ കളർ എനിക്ക് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ യെല്ലോ അല്ലേ കൊടുത്തേക്കുന്നത്, ഇതേ യെല്ലോ തന്നെ ഞാൻ ഇവിടെയും കൊടുത്തു. ഇനി നോക്കിക്കേ, ഇവിടെ എനിക്കൊരു വെർട്ടക്സ് ഉണ്ടായിരുന്നല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മൊത്തം 4 കളറേ വരുന്നുള്ളൂ. കാരണം ഇവിടുത്തെ യെല്ലോ തന്നെ ഞാൻ ഇവിടെയും കൊടുത്തു. ഇവിടുത്തെ ഒരു ഗ്രീൻ ബാക്കിയുണ്ട്. ആ ഗ്രീനിന് എനിക്ക് എവിടെ കൊടുക്കാം? ഇതേ നടുക്ക് ഇവിടെ ഗ്രീനായിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ 5 വെർട്ടക്സിനെയും കളർ ചെയ്തു. ഇതേ നമ്മുടെ തിയറം പറയുന്നുള്ളൂ. അപ്പം ഇവിടുത്തെ കളർ 2-നെയാണ് എടുത്ത് ഞാൻ എന്ത് കൊടുത്തത്, സെൻറ്ററിൽ കൊടുത്തത്. ഇത് കളർ 1 ആയിരുന്നു. ഈ കളർ 4-നെ എടുത്ത് ഞാൻ ഇവിടെ കൊടുത്തു അല്ലേ. ഇവിടെ കളർ 3 ഉണ്ടായിരുന്നു, ഇവിടെ കളർ 4 ആണ്, ഇവിടെ കളർ 5 ആണ്. ഈ എവിടുത്തെ യെല്ലോനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊടുത്തു. എന്നിട്ട് ഇവിടുത്തെ കളറിനെ എടുത്ത് ഞാൻ എവിടെ കൊടുത്തു, നടുക്ക് കൊടുത്തു അല്ലേ. പിന്നെ നോക്കിക്കേ, ഇവിടെ പറയുന്നുണ്ടല്ലേ, എന്താ, ഇവിടെ n വെർട്ടിസസ് ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും, n-1 വെർട്ടിസസ് ആയിരിക്കും. ഇതൊരു ജി ഡാഷ് ആണ്, ഇത് ജി ആണ്. ഇവിടെ മൊത്തം n വെർട്ടിസസ് ഉണ്ട്. ഈ ഒരു വെർട്ടിക്സിനെ ഇവിടുന്ന് റിമൂവ് ചെയ്തല്ലേ, അപ്പോൾ ഇവിടെ മൊത്തം n-1 വെർട്ടിസ് ആണ്. അതാണ് നമ്മൾ അടുത്തതിൽ പറയുന്നത്. എന്താണ്, ലെറ്റ് ജി ഡാഷ് ബി എ ഗ്രാഫ്, എന്താണ്, ലെറ്റ് ജി ഡാഷ് ബി എ ഗ്രാഫ് ആണ് ഒപ്റ്റൈൻഡ് ബൈ ഡെലീറ്റിംഗ് ദ വെർട്ടക്സ് വി. ജി ഡാഷ് എന്തായിരിക്കും, n-1 വെർട്ടക്സ് ആയിരിക്കും. ഇനി പറയുന്നത് നോക്കിക്കേ, അക്കോർഡിംഗ് ടു ഇൻഡക്ഷൻ ഹൈപ്പോത്തിസിസ്, നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അനുസരിച്ച് ജി ഡാഷ് റിക്വയർ നോ മോർ ദാൻ 5 കളേഴ്സ്. ജി ഡാഷിന് 5 കൂടുതൽ കളേഴ്സ് വേണ്ട. സപ്പോസ് ദാറ്റ് ദ വെർട്ടക്സ് ഇൻ ജി ഡാഷ് ഹാവ് ബീൻ പ്രോപ്പർലി കളേർഡ് ആൻഡ് നൗ വി ആഡ് ടു ഇറ്റ് വി ആൻഡ് ഓൾ എഡ്ജസ് ഇൻസിഡൻറ്റ് ഓൺ വി. ദ ഡിഗ്രി ഓഫ് വി 1, 2, 3 or 4 ആണെങ്കിൽ വി ഹാവ് no difficulty in assigning a proper color to V. അപ്പോൾ ഡിഗ്രി 4 ഉള്ളൊരു വെർട്ടക്സ് ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. 5 കളർ നമുക്കിത് ഇങ്ങനെ കൊടുക്കാം. നടുക്കൊരു കളർ കൊടുത്തിട്ട് ബാക്കി 4 വെർട്ടക്സിന് അങ്ങനെ കൊടുക്കാം. ദിസ് ലീവ്സ് ഓൺലി ഇൻ ദ കേസ് ഇൻ വിച്ച് ദ ഡിഗ്രി ഓഫ് വി ഈസ് 5 ആൻഡ് ഓൾ ദ 5 കളേഴ്സ് ഹാവ് ബീൻ യൂസ്ഡ് ഇൻ കളറിംഗ് ദ വെർട്ടക്സ് അഡ്ജസൻറ്റ് വി. 4 ഓക്കെയാണ്. നമുക്ക് എന്താണ് വേണ്ടത്, 5 വെർട്ടക്സ് വരുമ്പോഴത്തേക്ക് ഇത് പറ്റുമില്ല എന്നല്ലേ വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഒരു അസംഷൻ എടുക്കുകയാണ്. സപ്പോസ് ദെയർ ഈസ് എ പാത്ത് ഇൻ ജി ഡാഷ്. ഈ ജി ഡാഷിൻ്റെ ഇടയ്ക്ക് ഒരു പാത്ത് ഉണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യും. എയിന്ന് സിയിലേക്ക് ഒരു പാത്ത് ഉണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യും. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എയിന്ന് സിയിലേക്ക് ഒരു പാത്ത് ഉണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. ദെൻ എ സിമിലർ പാത്ത് ബിറ്റ്വീൻ, ഇതേപോലെ ഒരു സിമിലർ പാത്ത് എവിടെ, ബിന്നും ഡിന്നും എക്സിസ്റ്റ് ചെയ്യുന്നതും കൊണ്ട് ഞാൻ അസ്യൂം ചെയ്തു. പക്ഷേ അവിടെ എന്താണ്, ഒരു ക്രോസ് ഓവർ വന്ന് കളർ 2ഉം കളർ 4ഉം അതുകൊണ്ട് എക്സിസ്റ്റ് ആവുന്നില്ല. ഇപ്പോൾ നോക്കിക്കേ, എയും സിയും തമ്മിലൊരു പാത്തുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഡിയും ബിയും കൂടെ തമ്മിലൊരു പാത്ത് എടുക്കാൻ ശ്രമിച്ചാൽ അവിടെ എന്ത് സംഭവിച്ചു, അവിടെ ഒരു ക്രോസ് ഓവർ വന്നു അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ദെൻ എ സിമിലർ പാത്ത് ബിറ്റ്വീൻ ബി ആൻഡ് ഡി കളർ അൾട്ടർനേറ്റീവ്ലി വിത്ത് കളർ 2 and 4. കളർ 2ഉം കളർ 4ഉം വെച്ചിട്ടൊരു പാത്ത് നമ്മൾ നോക്കി. പക്ഷെ അങ്ങനെ ഒരു പാത്ത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ. ബിക്കോസ് ദ 2 പാത്ത് എ സി ആൻഡ് ബി ഡി ഇൻ്റർസെക്ട് ആൻഡ് കോസ് ജി ടു ബി നോൺ പ്ലാനർ. അങ്ങനെ ഒരു പാത്ത് ഞാനിപ്പോൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ തന്നെ ഇത് രണ്ടും കൂടി ഇൻ്റർസെക്ട് ചെയ്തിട്ട് അതെന്തായി മാറും, നോൺ പ്ലാനറായി മാറും. ദർ ഈസ് നോ പാത്ത് ബിറ്റ്വീൻ ബി ആൻഡ് ഡി കളേർഡ് അൾട്ടർനേറ്റീവ്ലി വിത്ത് കളേഴ്സ് 2 and 4. സ്റ്റാർട്ടിംഗ് ഫ്രം വെർട്ടക്സ് ബി വി ക്യാൻ ഇൻ്റർചേഞ്ച് കളർ 2 and 4. അങ്ങനെ ഒരു പാത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെന്താണ്, അഡ്ജസൻ്റ് അല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ കളേഴ്സ് ഇൻ്റർചേഞ്ച് ചെയ്യാം. എന്നാണ് ഇൻ്റർചേഞ്ച് വിൽ പെയിൻറ്റ് വെർട്ടക്സ് ബി വിത്ത് കളർ 4 and keep G dash properly colored. Since vertex D is still with color 4, we have color 2 left over with which we paint vertex V. Therefore G is colored with എന്താണ് 5 കളേഴ്സ് ആണ്. Therefore every planar graph is 5 കളർ എന്ന് പറയും. എങ്ങനെയാണത് വന്നത്, ഞാനിപ്പോൾ എയിന്ന് സിയിലേക്ക് ഒരു പാത്ത് പറഞ്ഞു, ഡിയും ബിയും തമ്മിലൊരു പാത്ത് പറയാൻ നോക്കിയപ്പോൾ അങ്ങനെ ഒരു പാത്ത് എനിക്ക് പറ്റുന്നില്ലല്ലേ. കാരണം ഇൻ്റർസെക്ഷൻ വരും, അവർ നോൺ പ്ലാനറായി പോകും. അതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഡിയും ബിയും ഒന്നും എന്തല്ല, അഡ്ജസൻ്റ് അല്ല. അഡ്ജസൻ്റ് ആണെങ്കിൽ എല്ലാത്തിനും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കണം. അപ്പോൾ എനിക്കിനി സെയിം കളർ കൊടുത്താലും വിഷയം വരുന്നില്ലല്ലോ. അപ്പം ഈ കളർ 4 എടുത്ത് ഞാൻ ഇവിടെ കൊടുത്തു. ഇവിടെ ഞാൻ കളർ 4 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 സെയിം കളറല്ലേ. പിന്നെ ഈ കളർ 2 ലെഫ്റ്റ് അല്ലേ, ഈ കളർ 2നെ എടുത്ത് എനിക്ക് വിയിൽ കൊടുക്കാം. അങ്ങനെ 5 വെർട്ടക്സിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, കളേഴ്സ്. അപ്പോൾ ഈ വി എന്ന് പറയുന്ന വെർട്ടക്സിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, കളർ കൊടുക്കാൻ പറ്റി. അതാണ് പറയുന്നത് ജി ഈസ് കളേർഡ് വിത്ത് 5 കളേഴ്സ്. ദെയർഫോർ എവറി പ്ലാനാർ ഗ്രാഫ് ഈസ് എന്താണ്, 5 കളർ എന്ന് പറയാം.